ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഒരു പഞ്ചസാരയിൽ പൊതിഞ്ഞൊരു വിമർശനം പോലും നടത്താൻ പിണറായി വിജയന് കഴിയുന്നില്ല. കാരണം അത്തരത്തിലുള്ള വലിയൊരു പടുകുഴിയിലാണ് അദ്ദേഹം ചെന്ന് പെട്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ സമുദായ നേതാക്കന്മാർ വിചാരിച്ചാൽ ഏതെങ്കിലുമൊക്കെ മുന്നണി ജയിക്കാനും ഏതെങ്കിലും മുന്നണി പരാജയപ്പെടാനും തോന്നില്ല. രാജു പി നായർ, കോൺഗ്രസിന് സാമുദായിക പിന്തുണയില്ല, NSSന്റെ പിന്തുണയില്ല, SNDPയുടെ പിന്തുണയില്ല എന്നുള്ളത് CPM വലിയ ആത്മവിശ്വാസത്തോടു കൂടി കാണുകയാണ്. മൂന്നാം ഊഴം CPMനാണ് എന്നത് ഉറപ്പിച്ച് പറയുന്ന ഒരു പശ്ചാത്തലം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ ആരും സമവായത്തിന് വേണ്ടി ചെന്നിട്ടില്ല എന്നുള്ളത് NSS കൂടി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് സ്വരച്ചേർച്ച നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ്? മധു, കേരളം ഭരിക്കുന്നൊരു സർക്കാർ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇനിയിപ്പോൾ ഒരു മാസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് നിൽക്കെ അവർ പരാജയപ്പെടും എന്ന് പറയണമെന്ന് മാധു ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ യാഥാർത്ഥ്യബോധം ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ടൊരു രാഷ്ട്രീയമായിട്ട് ശരിയല്ല. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചോളം MV ഗോവിന്ദനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇനിയും ജയിക്കും, ഞങ്ങൾ 100 സീറ്റ് മേടിക്കും എന്നൊക്കെ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിനൊരു രാഷ്ട്രീയമായ ശരിയുമുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് പറയാൻ പറ്റില്ല ഞങ്ങൾ തോൽക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മളതൊന്നും ആധികാരിക രേഖയൊന്നും അല്ലെങ്കിലും പൊതുവെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആണല്ലോ നമ്മളൊരു ചൂണ്ടുവലക എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം 25% വോട്ട് വീതം താഴാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു സാഹചര്യം നിൽക്കുമ്പോൾ ആ ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് മാധു ആഗ്രഹിക്കുന്നത് വളരെ ഒരു ഒട്ടും ലോജിക്കൽ അല്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം NSSന്റെ പിന്തുണ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ NSSന്റെ ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്ന് കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്നത് കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ചർച്ച നമ്മൾ തമ്മിലൊരു തർക്കമല്ല. നമ്മൾ പ്രേക്ഷകരോട് പറയുമ്പോൾ ആ പ്രേക്ഷകരോട് അതിന്റെ ലോജിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് നമ്മൾ തമ്മിലൊരു തർക്കത്തിലേക്ക് അതിൽ പോകണ്ട. രണ്ടാമത്തെ കാര്യം NSSന്റെ പിന്തുണയുണ്ടോ ഇല്ലേ എന്നുള്ളത്. NSSും SNDPയും ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രശ്നാധിഷ്ഠിത പിന്തുണ എടുക്കുന്നുണ്ട് ഇല്ലേ. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ഇത് പിണറായി വിജയനാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ ചുവയല്ല, തികഞ്ഞ വർഗീയ പ്രസ്താവനകളെല്ലാം നമുക്കറിയാലോ. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്നും ഈശ്വര ഭക്തനാണെന്നും പറഞ്ഞു. മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു ബിഷപ്പിനെ തെറി വിളിച്ചത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഒരു പഞ്ചസാരയിൽ പൊതിഞ്ഞൊരു വിമർശനം പോലും നടത്താൻ പിണറായി വിജയന് കഴിയുന്നില്ല. കാരണം അത്തരത്തിലുള്ള വലിയൊരു പടുകുഴിയിലാണ് അദ്ദേഹം ചെന്ന് പെട്ടിരിക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലുണ്ടായിരുന്ന BJPയുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരനായിരുന്നു കേട്ടോ, മറക്കരുത് ഇല്ലേ. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് മുരളീധരൻ്റെ കൂടെ ഇരുത്തി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങളുടെ വിഷയങ്ങൾ പ്രശ്നാധിഷ്ഠമാണ്. ശരിയായിരിക്കും. കാരണം ഒരുപക്ഷെ ഈ BJPയും CPMും തമ്മിലുള്ള പാലമായിരിക്കാം വെള്ളാപ്പള്ളി നടേശനും അകത്ത് തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഭാഗവും വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ ഭാഗവും ആകുമ്പോൾ അത്തരത്തിലുള്ള ഈ ഒത്തുതീർപ്പുകളുടെ വേദി ആയിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ പോകണ്ട, ചകഞ്ഞു പോകണ്ട. പിന്നെ രണ്ടാമത് NSSൻ്റെയാണ്. NSSൻ്റെ ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ അവർ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ ജനുവരി 2, 2025 സുകുമാരൻ നായർ പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. വിഷയം ഈ മേൽമുണ്ടും ഷർട്ടും ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു. അവിടെ സുകുമാരൻ നായർ പിണറായി വിജയനെ കടന്നാക്രമിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആചാര ലംഘനങ്ങൾക്ക് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അവർ നിലപാടെടുക്കുന്നതിന് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ 2 പ്രസ്താവനയും കൂടി കൂട്ടിവെച്ചിട്ട് CPM ഇനിയിപ്പോൾ മേൽമുണ്ടും ഷർട്ടും ധരിച്ച് അമ്പലത്തിൽ കയറുന്നതിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് മാറിയോ എന്നുള്ള പ്രശ്നം, ഇതൊന്നും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നും ബാധിക്കുന്നൊരു വിഷയമല്ല. അതൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്ന ചില ആൾക്കാരെ ബാധിക്കുന്ന വിഷയത്തിനപ്പുറമൊന്നും ഒരു വിഷയവും അതിനകത്തുള്ള കാര്യമല്ല. ഏതെങ്കിലുമൊക്കെ സമുദായ നേതാക്കന്മാർ വിചാരിച്ചാൽ ഏതെങ്കിലുമൊക്കെ മുന്നണി ജയിക്കാനും ഏതെങ്കിലും മുന്നണി പരാജയപ്പെടാനും തോന്നില്ല. അങ്ങനെയാണെങ്കിൽ 2021 വോട്ട് ചെയ്തിട്ട് സുകുമാരൻ നായർ ഇറങ്ങി വന്നത് അയ്യപ്പ കോപമുള്ളതാണ്, പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പും എന്നാണ് പറഞ്ഞത്. 99 സീറ്റ് നേടി വിജയിച്ചല്ലോ. അപ്പോൾ ശിക്ഷിക്കാൻ കഴിയാത്തവർക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ
ഏതൊക്കെ സമുദായ നേതാക്കന്മാർ ആരെയൊക്കെ ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം തോറ്റിട്ടുണ്ട്, ആരെയൊക്കെ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ജയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ കോണിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ കൗതുകത്തോടു കൂടി തന്നെ നോക്കി കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു വികാരം സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ. പക്ഷേ ഈ പ്രശ്നാധിഷ്ഠിതം എന്ന് പറയുന്നത് മേൽമുണ്ടും ശബരിമലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ ആ പ്രശ്നം രണ്ടായി നിൽക്കുകയുള്ളൂ. ശബരിമലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ അത് അങ്ങനെയാണ്. കാരണം ഈ ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ NSSന്റെ നിലപാട് എന്തായിരുന്നു, അതേ ശബരിമലയുടെ കാര്യത്തിൽ ഇന്ന് NSSന്റെ നിലപാട് എന്താണെന്ന് നോക്കിയാൽ മേൽമുണ്ട് മാറി നിന്നാൽ ഒരേ പ്രശ്നത്തിൽ, പ്രശ്നാധിഷ്ഠിതം എന്നാണല്ലോ പറഞ്ഞത്, ഒരേ പ്രശ്നത്തിൽ രണ്ട് നിലപാട് NSSന്റെ ഭാഗത്ത് നിന്ന് കാലക്രമേണ ഭാഗമായി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ വരാം. അടുത്തൊരു VV രാജേഷ്. പക്ഷേ ഞാൻ പറഞ്ഞു തീർക്കാം എന്നിട്ട് പോവാം. ആ വിഷയം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തിട്ട് പോവാം. അയ്യപ്പം ശബരിമല നമ്മൾ തുടങ്ങിയാണല്ലോ, അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തിട്ട് പോവാം. അപ്പോൾ ഇപ്പം ശബരിമലയാണ് വിഷയം. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്താ? ഈ സർക്കാർ ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് എക്സ്ട്രീം നിലപാടായിരുന്നു. അത് അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഒരു സമവായത്തിലൂടെ പ്രശ്ന പരിഹാരം കണ്ടെത്തേണ്ടതിന് പകരം ഞങ്ങൾ ബലം പ്രയോഗിച്ച് കയറ്റുമെന്നുള്ളതും ആചാരം ലംഘിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പം സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയാണ്, സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ശബരിമലയെ സംബന്ധിച്ച് സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ട്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അല്ലെങ്കിൽ സർക്കാർ മറുപടി പറയേണ്ടത്, ഇരുട്ടിന്റെ മറവിൽ സമുദായ സംഘടനയുടെ തിണ്ണനിറങ്ങി ഈ സർക്കാർ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് എന്താണ്? കേരളത്തിലെ പുരോഗമനപരമായിട്ടുള്ള യുവതയുൾപ്പെടെയുള്ള ശബരിമലയിൽ എടുത്തിരുന്നൊരു നിലപാടിന്, നേരത്തെ എടുത്തിരുന്ന നിലപാടിന് ഘടകവിരുദ്ധമായി ഇന്ന് NSS ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല, ആചാര ലംഘനങ്ങൾ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്ന NSSനെ ഒത്തുതീർപ്പറ്റിക്കാൻ വേണ്ടി ഈ സർക്കാർ മതേതര കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ എന്താണ്, കൊടുത്ത ഉറപ്പുകൾ എന്താണ്? പൊതുസമൂഹത്തിന് അറിയാവോ? മാധുവിന് അറിയാവോ ഈ സർക്കാർ NSSന് കൊടുത്ത ഉറപ്പ് എന്താണെന്നുള്ളത്? ആ ഉറപ്പുകൾ എന്താണെന്ന് പറയണം. അതാണ് കാരണം. ഈ നാട് മുഴുവൻ കലാപത്തിലേക്ക് പോകുന്ന രീതിയിൽ, വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കുന്ന രീതിയിൽ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ നാടകങ്ങൾ, ആ നാടകങ്ങൾ മുഴുവൻ ഒരു ദിവസം അയ്യപ്പ സംഗമം നടത്തി കഴിയുമ്പോൾ NSSന് അപ്പം തന്നെ പിന്തുണ കൊടുക്കുന്നതല്ല. മറിച്ച് സുകുമാരൻ നായർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിൽ കൊടുക്കേണ്ട ഉറപ്പുകളാണോ? കേരളത്തിലെ പൊതുജനം അറിയത്തക്ക രീതിയിൽ എന്തുറപ്പാണ് ഈ സർക്കാർ കൊടുത്തത്? ആചാര ലംഘനങ്ങൾ നടത്താൻ അനുവദിക്കില്ല, ഈ പറയുന്ന സത്യവാങ്മൂലം പിൻവലിക്കും, അല്ലെങ്കിൽ കേസുകളുടെ കാര്യത്തിൽ എന്തുറപ്പ് കൊടുത്തു? അനിൽകുമാറിന് പറയാൻ സാധിക്കുമോ സ്പെസിഫിക് ആയിട്ട് എന്തുറപ്പ് കൊടുത്തു? അതല്ല എന്നുണ്ടെങ്കിൽ പുരോഗമന വിഭാഗത്തെ വഞ്ചിച്ചു എന്നാണ് എങ്കിൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഞാൻ വരുമ്പോൾ. കാരണം അന്ന് ശബരിമല പ്രക്ഷോഭത്തിന്റെ കൂടെയായിരുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലപാട് എന്താണെന്ന് അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരണം, ഞാൻ വരാം.